ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് താങ്കൾ ഇല്ലാത്ത ശബ്ദം കേട്ടതാണെന്നാണ് താങ്കളുടെ ഭാര്യ പറയുന്നത്. അല്ല, ഞാൻ ശരിക്കും കേട്ടതാണ്. അതൊക്കെ പോട്ടെ, അത് മയക്കുമരുന്നാണെന്ന് കോടതി ഇങ്ങനെ അറിയാം. ഇത് കണ്ടാൽ തന്നെ അറിയാലോ. ഓ, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും നരേന്ദ്രമോദിയും കാണാൻ ഒരുപോലെയാണ്. എന്നിട്ട് നരേന്ദ്രമോദിയുടെ അച്ഛനാവൂ? കണ്ട, വായറിഞ്ഞില്ലേ? അല്ല, പിന്നെ നിനക്ക് അച്ഛനുണ്ട്? അല്ല, എന്റെ വീട്ടുകാരെ എയർ ഡ്രോപ്പ് ചെയ്തെടുത്തതാ. അതിന് എന്റെ വീട്ടുകാർക്ക് ഐഫോൺ ഉണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഇവളുടെ റൂമിൽ ഒരു അന്യ പുരുഷന്റെ ശബ്ദം കേട്ടതാണ്. ഓ, കല്യാണം കഴിയുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഇവിടെ എനിക്കൊരു സർപ്രൈസ് തരും. പക്ഷെ സർപ്രൈസ് അവിഹിതമൊന്നും ഞാൻ വിചാരിച്ചില്ല. കേട്ടേ ശരിയാണോ മോൾ? അവിഹിതമുണ്ട്. കണ്ടോ പാവം കൊച്ചു, നീ കണ്ട മയക്കുമരുന്ന് ഉപയോഗിച്ച് ഓരോ തോന്നൽ തോന്നിയിട്ട്. എന്നാൽ നിങ്ങൾ ഇവിടെ തമ്മിൽ അവിഹിതമുണ്ട് ഞാൻ നാട്ടിൽ പറഞ്ഞു വരുത്തും. മോനെ, എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റപ്പെടുത്തിയ നിങ്ങളുടെ കഞ്ഞിയിൽ കസ്കസിട്ടുകാരായിരിക്കും. മതി വാദിച്ചത്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. അടുത്ത പണ്ടത്തിലേക്ക് ഞാൻ വാദം മാറ്റട്ടെ. വാദം മാറ്റാൻ തന്നെ മോളെ സത്യം പറയും, ആ അന്യ പുരുഷന്റെ ശബ്ദം ആരുടെയായിരുന്നു? എന്റെ തന്നെ ശബ്ദമാണ്. ശ്രീരാഗത്തിലുള്ള ത്യാഗരാജ കീർത്തനം പോലെ